ഒരുപാട് ബഹുമാനത്തോടെ കാപ്പിപ്പൊടി അച്ഛനെന്ന് വിളിക്കപ്പെടുന്ന റവറന്റ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അറിയുവാൻ ഫതഹ് അലി ഖാൻ ടിപ്പു എഴുതുന്ന കത്ത്. ഒരുപക്ഷെ എന്റെ പേര് കേട്ടിട്ട് അച്ഛൻ എന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്റെ വിളിപ്പേര് പറഞ്ഞാൽ താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ടിപ്പു സുൽത്താൻ, മൈസൂർ കടുവ എന്നും വിളിക്കപ്പെടാറുണ്ടായിരുന്നു. ഞാൻ ഈ കത്തെഴുതാനുള്ളതിന്റെ കാരണം, താങ്കൾ കഴിഞ്ഞ ദിവസം വിശുദ്ധമായ അൾത്താറയിലിരുന്നു കൊണ്ട് തിരുവസ്ത്രം ധരിച്ച് മുമ്പിലിരിക്കുന്ന വിശ്വാസികളാകുന്ന കുഞ്ഞാടുകളോട് നടത്തിയ പ്രഭാഷണത്തിൽ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചതിന്റെ വേദനയറിയിക്കാനും അതിന്റെ സത്യം താങ്കളെ ബോധ്യപ്പെടുത്താനുമാണ്. താങ്കൾ എന്നെ ഒരു മതഭ്രാന്തനായും വർഗീയവാദിയുമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾക്കറിയുമോ എന്നെനിക്കറിയില്ല. 1970 വരെ ഇന്ത്യയിലുള്ള RSSകാർക്ക് ഞാനൊരു ധീരനായ പോരാളിയായിരുന്നു. 1970 RSSന്റെ ഭാരത് ക്രാന്തി സീരീസിലെ വിപ്ലവകാരികളിൽ ഒരാളായി എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. 2010 ഒരു റാലിയിൽ BJP പ്രവർത്തകർ വാളേന്തിയ എന്റെ വേഷം അണിനിരന്നതായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രാംനാഥ് കോവിന്ദ് 2 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ പ്രശംസിച്ചുകൊണ്ട് ധീരനായ പോരാളിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നീട് എപ്പോഴോ ഞാനൊരു മതഭ്രാന്തനായി മാറി, വർഗീയവാദിയായി മാറി. അതിന്റെ കാരണം രാഷ്ട്രീയം തന്നെയാണ്. മതേതരത്വമുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടത്തിലൂടെ അധികാരങ്ങൾ കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെയൊക്കെ കുതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് കാപ്പിപ്പൊടിയച്ഛൻ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ജനിച്ചത് 515 വർഷങ്ങൾക്ക് മുമ്പാണെന്നങ്ങ് പറഞ്ഞത് അബദ്ധമാണ്. അത് ചിലപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചതാകാം. 270 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജനിച്ചത്. 1750 ജനിച്ച് 1799 ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടയേറ്റ് രക്തസാക്ഷിയാവുകയാണ് ഞാൻ ചെയ്തത്. എന്റെ ഭരണകാലത്തിലേക്കൊന്ന് തിരിച്ചുപോയാൽ താങ്കൾ മനസ്സിലാക്കണം, മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അടിമകളായി കാണുകയും അവരോട് അക്രമങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ മറാഠകളോടും രഘുനാഥ് റാവു പട്വർദ്ധനോടും നിസാമിനോടുമെല്ലാം കമ്പനിയുമായി സഹകരിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ബ്രിട്ടീഷുകാർക്ക് കാലുവെക്കാൻ മണ്ണിൽ ഇടം കൊടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അവരോട് ഞാൻ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ പരസ്പരം പോരടിച്ചു കഴിഞ്ഞ മറാഠകൾക്കും നിസാമിനും ഐക്യമുണ്ടാക്കാൻ കഴിയാതെ വരികയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നിലകൊണ്ടു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. എന്നെ ഇപ്പോൾ ചരിത്രം ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ്. അച്ഛൻ മനസ്സിലാക്കണം, പട്വർദ്ധന്റെ സൈന്യം 1791 മൈസൂർ ആക്രമിച്ച് ശൃംഗേരി മഠം കൊള്ളയടിച്ചപ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തയച്ച് മഠത്തിന്റെ സമ്പത്ത് പുനഃസ്ഥാപിച്ചത് ടിപ്പുവായിരുന്നു. അന്ന് മഠത്തിന്റെ മഠാധിപതി എനിക്കെഴുതിയ കത്തിൽ സൂചിപ്പിച്ച 2 വരികൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങ് ജീവിക്കുന്ന നാട്ടിൽ വെയിലും മഴയും സമാധാനവും ഉണ്ടാവും, ഞങ്ങൾക്ക് സന്തുഷ്ടിയുണ്ടാകും എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഞാനൊരു വർഗീയവാദിയായിരുന്നുവെങ്കിൽ, ഒരു മതഭ്രാന്തനായിരുന്നുവെങ്കിൽ ശൃംഗേരി മഠത്തിന്റെ സമ്പദ്ഘടന പുനഃസ്ഥാപിക്കാൻ സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ശൃംഗേരി മഠത്തിലെ സ്വാമിയെ ഞാൻ വിളിച്ചിരുന്നത് ജഗദ്ഗുരു എന്നായിരുന്നു. അച്ഛനതറിയില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചത്. എന്നാൽ ചില അമ്പലങ്ങൾ ഞാൻ ആക്രമിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി വിലയിരുത്തേണ്ട കാര്യമാണ്. ഒരിക്കലും മതപരമായ വർഗീയത കൊണ്ടായിരുന്നില്ല അക്രമങ്ങൾ. ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ആയുധങ്ങളും സമ്പത്തുകളും സൂക്ഷിച്ചിരുന്ന ചില ക്ഷേത്രങ്ങൾ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഫാദർ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഞാൻ ആക്രമിച്ചിട്ടുണ്ട്. ആ ആയുധങ്ങൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് വരാഹക്ഷേത്രത്തെ കുറിച്ചാണ്. അവിടെ ബ്രിട്ടീഷുകാർ വല്ലാതെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ
ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരോടൊപ്പം കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തടുക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ആക്രമിക്കേണ്ടി വന്നതാണ് രാഷ്ട്രീയമായി, രാഷ്ട്രത്തിനു വേണ്ടി. ഒരിക്കലും അതൊന്നും മതത്തിനു വേണ്ടിയായിരുന്നില്ല. അതേസമയം എന്നെ വർഗീയവാദിയാണെന്ന് വിളിക്കുന്നവരോട് അച്ഛനൊന്ന് അന്വേഷിക്കണം, ആജീവനാന്തകാലം എന്റെ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു എന്ന്. എന്റെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവർ ഈ നാട്ടിലെ ഹിന്ദുക്കളായിരുന്നു. ഞാൻ മരിക്കുവോളം എന്റെ ദിവാനായി നിന്നിരുന്നത് പൂർണ്ണയായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഒരു മതവെറി പിടിച്ച ആളാണെങ്കിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് എന്റെ അധികാര സോപാനങ്ങൾ നിറക്കാൻ എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാനതൊരിക്കലും ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞു മലബാറിലെ ഹിന്ദുക്കളെ കൊന്നു, ക്രിസ്ത്യാനികളെ വെടിവെച്ചു കൊന്നു എന്ന്. മലബാറിലെ ചില നായന്മാരെയും കൊടവന്മാരെയും ഒക്കെ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെയും ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയതിന്റെ പേരിലായിരുന്നു. അതല്ലാതെ അവരുടെ മതത്തോടുള്ള വിരോധമോ അവരുടെ വിശ്വാസത്തോടുള്ള അക്രമമോ ആയിരുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. എന്റെ പിൻഗാമിയായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം ചേക്കുട്ടി പോലീസിന്റെ തലയറുത്തത് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം തലയറുത്തത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കുന്നവൻ ആരായാലും അത് മുസ്ലിമാണെങ്കിൽ പോലും പ്രതികാരം ചെയ്യുമെന്ന പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ ഞാനും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ ഒരു ഗവേഷകനായ സർഫറാസ് ഖാൻ എന്നെക്കുറിച്ചൊരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം രചിച്ച പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാം, ആജീവനാന്തം ബ്രിട്ടീഷുകാരുടെ വിനീതദാസനായി കഴിയുന്നതിലും നല്ലത് അവരോട് പോരാടി രക്തസാക്ഷിയാകുന്നതാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ച വരികൾ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. താങ്കൾക്കറിയാവോ, 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പോരടിച്ചാണ് ഞാൻ രക്തസാക്ഷിയായത്. അന്നെന്നെ ഒറ്റുകൊടുത്തത് എന്റെ മന്ത്രിസഭയിലുള്ള ചില ആളുകളായിരുന്നു. കൃഷ്ണറാവുവിനെ പോലെയുള്ള ചില ഒറ്റുകാർ എന്തൊക്കെയോ ചെറിയ നേട്ടത്തിന്റെ പേരിൽ എന്റെ കോട്ടയുടെ രഹസ്യവാതിലുകൾ തുറന്നുകൊടുത്തു. ഞാൻ നോക്കുമ്പോൾ ഇരച്ചു വരുന്ന ബ്രിട്ടീഷ് പട്ടാളമാണ്. അവരുടെ പതാക എന്റെ കോട്ടയുടെ മുമ്പിൽ അവർ ഉയർത്തി. ഞാൻ നോക്കുമ്പോൾ 100-ൽ താഴെ പട്ടാളക്കാർ മാത്രമാണ് എന്റെ ഒപ്പമുള്ളത്. പക്ഷേ എനിക്ക് ഒളിച്ചോടാൻ മനസ്സു വന്നില്ല. ഞാൻ ആ 100-ൽ താഴെയുള്ള പട്ടാളക്കാരെയും കൂട്ടി അവരുടെ മുമ്പിലേക്ക് ചെന്ന് ധീരമായി പോരാടി. പല ബ്രിട്ടീഷുകാരെയും കൊണ്ടാണ് ഞാൻ പോയത്. എന്റെ നെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട പാഞ്ഞു കയറുമ്പോൾ ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയാകുന്ന സന്തോഷമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ എന്നെയാണല്ലോ ഫാദർ താങ്കൾ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചത്. ഇല്ല, ഞാൻ ജീവിച്ചത് ഈ രാജ്യത്തിനു വേണ്ടിയാണ്. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ഞാൻ ഒരിക്കലും വർഗീയത കാണിച്ചിട്ടില്ല. എന്റെ പേരിൽ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രത്യേകമായ പൂജ നടക്കുന്നുണ്ട് എന്ന വാർത്ത വരെ കേരളത്തിലുള്ള പത്രമാധ്യമങ്ങളിൽ വന്നത് അച്ഛൻ കാണാതെ പോയതാണോ? അനീഷ് ബാലൻ എന്ന വ്യക്തി റിപ്പോർട്ട് ചെയ്ത വാർത്ത കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ടിപ്പു സുൽത്താന്റെ പേരിൽ ദിവസവും പ്രത്യേക പൂജ നടത്തുന്നത് സംഘുപരിവാറെ കുഴക്കുന്നു എന്നായിരുന്നു. സംഘുപരിവാറിനോട് വിദ്വേഷമുണ്ടാവാം. അതിനവർക്ക് അവരുടേതായ രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെയുണ്ട്. ആ രാഷ്ട്രീയ നേട്ടങ്ങളുടെ മുമ്പിൽ അച്ഛനും വീണുപോയതിൽ വല്ലാതെ ഖേദം തോന്നുകയാണ്. ബഹുമാനപ്പെട്ട കാപ്പിപ്പൊടി അച്ഛൻ, താങ്കൾ മാപ്പു പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. ആ തിരുവസ്ത്രവും ധരിച്ചു മാപ്പു പറയേണ്ട ഗതികേട് താങ്കൾക്കുണ്ടായതിൽ ഞാൻ വല്ലാതെ ഖേദിക്കുകയാണ്. പക്ഷേ താങ്കൾ മാപ്പു പറഞ്ഞത് എന്നെ കടന്നാക്രമിച്ചതിന്റെ പേരിലായിരുന്നില്ല. എന്റെ ജനന മരണ വർഷ കണക്കു പറയുന്നതിൽ അങ്ങേക്ക് പറ്റിയ അബദ്ധത്തിലാണ് താങ്കൾ മാപ്പു പറഞ്ഞത്. അതുപോലെ മുസ്ലിമീങ്ങൾക്കുണ്ടായ വേദനയിലാണ് താങ്കൾ മാപ്പു പറഞ്ഞത്. താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ, മുസ്ലിമീങ്ങളൊന്നും പുണ്യാളന്മാരല്ലെന്ന് പറഞ്ഞത്? എത്ര വിഷം നിറഞ്ഞ വാക്കുകളാണ് താങ്കൾ പറഞ്ഞത്. മുസ്ലിമീങ്ങളാണ് ഞങ്ങളെ കൊന്നൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. താങ്കൾ രാജ്യത്തിന്റെ ചുറ്റുഭാഗത്തേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൂടായിരുന്നോ? ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് കണ്ണെത്തിച്ചു നോക്കിക്കൂടായിരുന്നോ താങ്കൾക്ക്? തകരരുത് ഫാദർ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം, നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം
ഇല്ലാതായി പോകരുത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ, സഹോദരന്മാരെന്ന നിലയിൽ, സഹോദരിമാരെന്ന നിലയിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. എന്നെപ്പോലെയുള്ള അനേകം ആളുകൾ, അതിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെയുണ്ട്, രക്തവും ജീവനും സമ്പത്തും കൊടുത്ത് നേടിയെടുത്ത ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെക്കപ്പെടുകയാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയും ഒന്നിച്ചില്ലെങ്കിൽ രാജ്യം പിന്നിലേക്കു പോകും എന്ന് താങ്കൾ തിരിച്ചറിയണം. താങ്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് താങ്കളുടെ ജ്യേഷ്ഠ സഹോദരൻ